മലയാളത്തിലെ പ്രമുഖ പ്രധാനപ്പെട്ട സിനിമകളൊക്കെ എടുത്ത ഒരു നിർമ്മാതാവാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. വളരെ പെട്ടെന്നായിരുന്നു ആളുടെ ഒരു വളർച്ചയൊക്കെ. ജനഗണമന, ഡ്രൈവിംഗ് ലൈസൻസ്, ഗോൾഡ്, ട്രാഫിക്കാണ് ആദ്യത്തെ സിനിമ, ഹൗ ഓൾഡ് ആർ യു തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ട്രാഫിക് മുതൽ നമുക്കറിയാം കുഞ്ചാക്കോ ബോവനാണ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹൗ ഓൾഡ് ആർ യുനും കുഞ്ചാക്കോ. അപ്പോൾ കുഞ്ചാക്കോ ബോവൻ ലിസ്റ്റിൻ ഒരു കോമ്പിനേഷൻ എപ്പോഴും നന്നായിരിക്കും. ഒപ്പം പൃഥ്വിരാജ് ലിസ്റ്റിൻ സ്റ്റീഫൻ കോമ്പിനേഷൻ നല്ല അടിപൊളി ഒരു ഹിറ്റ് മൂവീസ് തന്നെ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് തന്നെ നൽകിയിട്ടുണ്ട്. എന്ത് തന്നെയാലും ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഒരു പുതിയ സിനിമയുമായിട്ട്, അതായത് ലിസ്റ്റിൻ്റെ പുതിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. ദിലീപ് നായകനായി അഭിനയിക്കുന്ന പുതിയൊരു ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപിൻ്റെ 150ാമത്തെ ചിത്രമാണ്. അപ്പം അങ്ങനെ ഏറെ പ്രത്യേകതയുള്ള ആ സിനിമയുടെ ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഏതോ ഒരു പ്രമുഖ നടനെ പറ്റിയാണ് ലിസ്റ്റിൻ അതിനകത്ത് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട നടൻ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു, ഒരു വലിയ തെറ്റിൻ്റെ മാലപ്പടക്കത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് ലിസ്റ്റിൻ പറയുന്നതെന്നുള്ള ഒരു വ്യക്തതയില്ല. പക്ഷേ ഒരു വാണിംഗ് എന്നുള്ള രീതിയിലാണ് ലിസ്റ്റിൻ ഇതിപ്പോൾ പുറത്ത് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഒരു പ്രമുഖ നടൻ, മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഒരു തെറ്റ് ചെയ്തു, അതിന് തിരികൊളുത്തിയിരിക്കുന്നു, അതൊരു വലിയ മാലപ്പടക്കത്തിനാണ്, ഇനി ആ തെറ്റ് ആവർത്തിക്കാതെ നോക്കുക, ആ നടന് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ തരത്തിലുള്ള വീഡിയോ ആണ് അതിൽ ലിസ്റ്റിൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും നേരെ അത് തിരിഞ്ഞു നോക്കുന്നത് നമുക്കറിയാം. ലിസ്റ്റിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പം കുഞ്ചാക്കോ ബോവൻ അഭിനയിച്ചിട്ടുണ്ട്, പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്, അവരുടെ ഒരു കോമ്പിനേഷൻ കൂട്ടുകെട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ നേരെ സ്വാഭാവികമായിട്ട് എല്ലാവരും ആ കമൻറ്റുകളിൽ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, എമ്പുരാൻ്റെ ഇനി 3ാമത്തെ ഇതെങ്ങാനും വരുന്നോ, വീണ്ടും ഒരു മാലപ്പടക്കത്തിന് പൃഥ്വിരാജ് തിരികൊളുത്തു എന്നൊക്കെയുള്ള സംശയങ്ങളാണ് കമൻറ്റുകളിൽ വരുന്നത്. കാരണം ഇനി ഇപ്പോൾ എമ്പുരാൻ തന്നെ താങ്ങുന്നില്ല. പലരും തമ്മിൽ നമുക്കറിയാം സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള പല പ്രശ്നങ്ങൾക്കും പല ചർച്ചകൾക്കും ഒക്കെ വഴിത്തിരിഞ്ഞ ഒരു സിനിമയാണ് എമ്പുരാൻ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു മാലപ്പടക്കത്തിനെങ്ങാനും പൃഥ്വിരാജ് ഇനി തിരികൊളുത്തിയോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എമ്പുരാൻ ഇറങ്ങിയപ്പോൾ ലിസ്റ്റിൻ പൃഥ്വിരാജിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് പറഞ്ഞിരുന്നത്. അനുകൂലിച്ച് തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾ വന്നപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞിരുന്നത്. നല്ലൊരു സിനിമയായി കാണൂ എന്നൊക്കെ തരത്തിലുള്ള കമൻറ്റുകൾ പറഞ്ഞിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം, മലയാള സിനിമയെ പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും അറിയാം, സിനിമ ഒരുപക്ഷെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ പ്രേക്ഷകരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിനും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ ഒത്തിരി വഴിത്തിരിഞ്ഞ ഒരു സിനിമ തന്നെയാണ്. വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടം നൽകിയ ഒരു സിനിമയാണ്. ഇനി അടുത്ത ഒരു എമ്പുരാൻ 3 കൂടെ ഇറങ്ങി, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കൂട്ടുകാരാണ്, അപ്പോൾ ഇത് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഇടയിൽ ആ ഒരു ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ വല്ല നിലപാടുമായിട്ടെങ്ങാനും വല്ല യോജിച്ചു പോകാൻ പറ്റാത്ത വല്ല രീതിയാണോ ലിസ്റ്റിൻ ഇങ്ങനെ വിമർശിച്ചത് എന്നുള്ളതൊക്കെ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ ഇടയിലുണ്ടായിരുന്നു. ഒരുപാട് കമൻറ്റുകൾ ഇതിൻ്റെ വീഡിയോയ്ക്ക് താഴെ പല മാധ്യമങ്ങളും ഇട്ടപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. എന്നാൽ മറുഭാഗത്ത് ഇപ്പം നമുക്കറിയാം, ഇപ്പം പൃഥ്വിരാജിനെ മാറ്റി നിർത്തിയാൽ മറ്റൊരു മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ലഹരി എന്ന് പറയുന്നത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയെയും ഖാലിദിനെയൊക്കെ ഇത്തരത്തിൽ ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുക, അന്വേഷണമൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ലുക്മാൻ്റെ കമൻറ്റിനും ഇത്തരത്തിൽ കുറേ ഈ ശ്രീനാഥ് ഭാസിയുടെയും ഷൈൻ ടോമിനെയും ഒക്കെ ഖാലിദിന് പിന്തുണ നൽകിക്കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ പല നസ്ലിൻ ഉൾപ്പെടെയുള്ള നസ്ലിനെ എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോഴത്തെ ചോക്ലേറ്റ് ബോയ് ആരെന്ന് വെച്ചാൽ നസ്ലിനെ പറയും. ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കൗമാര പ്രായക്കാരെ പെൺകുട്ടികളുടെ ഒരു ആരാധനാ കഥാപാത്രം തന്നെയാണ് നസ്ലിൻ. അപ്പോൾ നസ്ലിന് ഇതിന് അനുകൂലിച്ചുകൊണ്ടുള്ളൊരു കമൻറ്റ് ഇട്ട് വലിയ വിമർശനങ്ങൾക്ക് വഴിതിരിച്ചു വിട്ട് 2 ദിവസം മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് വന്നതും അത് മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ ചർച്ചയൊക്കെ ആയത്. പലരും വിമർശനങ്ങളുമായിട്ട് വന്നു. കാരണം ഇവരൊന്നും ഈ പറഞ്ഞതുപോലെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞോണം ജനങ്ങൾക്ക് വേണ്ടി പോരാടി കസ്റ്റഡിയിലെടുത്തവരൊന്നും അല്ല. ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ, അത് ഹൈബ്രിഡ് പോലുള്ള സിന്തറ്റിക് പോലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അത് ഒപ്പം ആ ഡ്രഗ്സുകൾ ഉൾപ്പെടെ കണ്ടുപിടിച്ച് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരെ അനുകൂലിക്കുന്ന മലയാള സിനിമയിലെ നടിമാർക്കും എതിരെ ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ലിസ്റ്റിൻ സംസാരിച്ചു. സ്വാഭാവികമായിട്ട് ലിസ്റ്റിൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനയിലേക്ക് വലിയൊരു ഭാഗമാണ്. പല
തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ലിസ്റ്റിൻ്റെതായ നിലപാടുകൾ കടുപ്പിച്ച് പറയാറുണ്ട്, മുഖം നോക്കാതെ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇനി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ലിസ്റ്റിൻ അത് തുറന്നടിച്ചത്. പ്രമുഖ നടൻ എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞത് നസ്ലീനൊക്കെ പ്രധാനപ്പെട്ട മലയാള സിനിമയിലെ നിരകളിൽ വരുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവരെ ആരെങ്കിലും ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്നുള്ളത് മറുഭാഗത്തെ കമൻറ്റുകളും വരുന്നുണ്ട്. നസ്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലുക്മാൻ്റെ കമൻറ്റിന് നിരവധി പേരൊക്കെ ആസിഫിൻ പറയുന്നുണ്ട് എൻ്റെ പടം കൂടി ഇടൂ എന്ന്. അതിൻ്റെ ഇടയ്ക്ക് ശ്രീനാഥ് ഫാസി ഈ കമൻറ്റ് ചെയ്തിരുന്നു, കാരണം ഇവർ ഈ പിടിച്ചവരുടെ എല്ലാവരുടെയും കൂടെ പടം ഇട്ടപ്പോൾ. അപ്പോൾ ശ്രീനാഥ് ഫാസി പറഞ്ഞാൽ എൻ്റെയും കൂടി ഇടുക, കാരണം ഇപ്പോൾ കഞ്ചാവൊക്കെ അടിക്കുന്ന എന്തോ വലിയ ഇതായിട്ടൊക്കെയാണ് ഇവരെ കാണുന്നത്, എന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത്. ഒന്ന് പുറകിലേക്ക് നോക്കൂ, നീ എൻ്റെ തോളുരുമി നിൽപ്പുണ്ട് എന്ന് ജിംഷന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഖാലിദ് ആലപ്പുഴ ജിംഖാനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഫുള്ള് ഇത്തരത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഈ ഡ്രഗ് യൂസ് ചെയ്ത അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിച്ചവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് പോസ്റ്റുകൾ ഇങ്ങനെ അവരുടെ ഇടയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയും കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുക. അത് വലിയ വിമർശനം. നമുക്കറിയാം ഇവരെയൊക്കെ കണ്ടാണ് നമ്മുടെ തലമുറകളൊക്കെ പഠിക്കുകയും വളരെയൊക്കെ ചെയ്യും. ഇപ്പോൾ വേടനെ അറസ്റ്റ് ചെയ്തു, വേടൻ്റെ കാര്യത്തിൽ, എന്നാൽ വേടൻ അത് തിരുത്താൻ തയ്യാറാണ്. വേടൻ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് പറഞ്ഞത്? മക്കളെ, എന്നെ കണ്ട് പഠിക്കരുത്, ഞാനത് തിരുത്താൻ തയ്യാറാണ്, തിരുത്തേണ്ടിയിരിക്കുന്നതിൻ്റെ ആവശ്യകതയുണ്ട്, കാരണം നിങ്ങളെല്ലാവരും എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, ആരാധകരുണ്ട്. അപ്പോൾ വേടൻ ഒരു പക്ഷേ അത് തിരുത്തുന്ന ഒരവസ്ഥയിലേക്ക് തിരിഞ്ഞപ്പോൾ പോലും ഇവർ മലയാള സിനിമയിലെ ഈ നടന്മാരും നടിമാരും ഒക്കെ ഇത്തരത്തിലുള്ളവർക്ക് ഒരു പിന്തുണ നൽകിക്കൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. അത് വളരെയധികം അപലപനീയം എന്ന് തന്നെയല്ല, ശിക്ഷാർഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ സംഘടനകൾ, അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത് പുറത്തു വരണം, ഇവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകണം. ഇത്തരത്തിൽ പരസ്യ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ ഡ്രഗ്സ് ഒന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, അപ്പം നിങ്ങൾക്ക് എന്ത് കുഴപ്പമെന്നുള്ളൊരു തെറ്റായ സന്ദേശം കൂടിയാണ് ഈ കുഞ്ഞു മക്കളുടെ ഇടയിൽ, കൗമാരപ്രായക്കാരുടെ ഇടയിൽ നൽകുന്നത്. ഡ്രഗ്സ് ഒന്നും ഇപ്പോൾ ഒരു പുല്ലുവില, ഒരു പ്രശ്നമില്ല എന്നുള്ള രീതി. മറ്റേത് ഡ്രഗ്സ് ഉൾപ്പെടെ പിടികൂടുക എന്ന് പറയുമ്പം ഉള്ളിലൊരു പേടിയും ഭയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ അതൊന്നും പേടിയില്ലാത്ത തരത്തിൽ ഇവരുടെ ഈ പ്രചാരണങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ കൂടി കേസെടുത്ത് വേണ്ടുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ നടപടികളുമായിട്ട് പോകണം. കാരണം ഡ്രഗ്സിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഇടുന്ന പ്രധാന വ്യക്തികൾ, അതായത് ഈ പറഞ്ഞതുപോലെ നടന്മാരും നടിമാരും ഒക്കെ ഇടുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് തെറ്റായ സന്ദേശം എത്തിക്കുകയും യുവതലമുറയെ, കേരളത്തിലെ പ്രത്യേകിച്ച് പ്രേക്ഷകരെയൊക്കെ വഴിതെറ്റിക്കാൻ ഒരു തലത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു പോക്കിന് ഒരു തടയിടാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്നുള്ളതാണ്. എന്ത് തന്നെയാലും ഇപ്പോൾ ലിസ്റ്റിന് ഇത്തരത്തിൽ ഒന്ന് പൃഥ്വിരാജിനെതിരെയായിട്ടാണോ, രണ്ടാമത് ഈ പറഞ്ഞതുപോലെ നസ്ലീന് എതിരെയായിട്ടാണോ എന്നൊക്കെയുള്ള തരത്തിൽ പരാമർശങ്ങൾ വരുന്നുണ്ട്. ഇനി മൂന്നാമതൊരു കാര്യം ഇതിനിടയ്ക്ക് ലിസ്റ്റിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 30 വർഷത്തെ പരിചയമാണ് ഈ ഒരു 30 വർഷത്തെ ഒരു കൂട്ടുകെട്ടാണ് അല്ലെങ്കിൽ പരിചയമാണ് ഇത്തരത്തിൽ ആയിരിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങളും അവിടെ പരാമർശിച്ചു. അപ്പോൾ 30 വർഷത്തെ പരിചയം എന്ന് ആലോചിക്കാൻ നമുക്കറിയാം ലിസ്റ്റിൻ്റെ ആദ്യത്തെ സിനിമ ട്രാഫിക്കാണ്. ട്രാഫിക്കിൽ കുഞ്ചാക്കോ ബോവനാണ്, ഹവോൾഡാറിയിൽ കുഞ്ചാക്കോ ബോവനായിരുന്നു. ഇവരുടെ ഒരു കൂട്ടുകെട്ട്, ഒരു അസാധ്യമായ ഒരു കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾ എന്ന് പറയുന്ന വലിയ ഹിറ്റുകളായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോവനെ വെച്ചൊക്കെയാണ് പോസ്റ്ററുകൾ ഇട്ടത്. അതിനുശേഷമാണ് അത് നിവിൻ പോളി ഇപ്പോൾ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ അഭിനയത്തിലേക്ക് വന്നത്. നിവിൻ പോളിയാണ് എടുത്തത്. അപ്പം കുഞ്ചാക്കോ ബോവന് എന്ത് പറ്റി എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ആദ്യം കുഞ്ചാക്കോ ബോവനെയൊക്കെ വെച്ചുള്ള പോസ്റ്ററുകൾ, കാരണം ഒരു പക്ഷേ അത് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഒരു കഥ എഴുതുമ്പം ഒരാളിനെ കാണും, ഒരു നടനെ കണ്ടുകൊണ്ട് കഥ എഴുതുന്നതുണ്ട്. അപ്പോൾ ആ നടനിന് വേണ്ടിയിട്ടുള്ള പല ഡയലോഗുകളും പല കാര്യങ്ങളും വേഷങ്ങളും ഇത്തരത്തിലെല്ലാം ക്രമീകരിച്ചിട്ടായിരിക്കുമല്ലോ സിനിമയുടെ പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ അതിലേക്കൊക്കെ കിടക്കുന്നത്. അപ്പോൾ പോസ്റ്ററുകളൊക്കെ എടുക്കുമ്പോഴത്തേന് ഏകദേശം ഫിക്സ് ചെയ്തതാണ്. പക്ഷെ അതിൽ നിന്ന് കുഞ്ചാക്കോ ബോവൻ മാറാൻ കാരണമുണ്ട്. ഇനി അതിലുണ്ടായ നഷ്ടമാണോ ഈ തരത്തിൽ ലിസ്റ്റിനെ ഇത്തരത്തിൽ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ കാര്യം, ഇത്തരത്തിൽ പറയാനുള്ള കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം കുഞ്ചാക്കോ ബോവൻ അതിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. കാരണം കുഞ്ചാക്കോ ബോവന് ഇത് ഇപ്പോൾ മറ്റൊരു സിനിമയിലേക്കൊന്നും ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമാണോ അല്ലെങ്കിൽ ഇവരുടെ ഇടയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളതൊന്നും അറിയില്ല ഇതുവരെ. എന്തായാലും അത് ലിസ്റ്റിൻ പുറത്ത് പറഞ്ഞിട്ടുമില്ല ഇന്നതാണ് വിഷയമെന്നോ ഇന്നതാണ് നടനെന്നോ ഉള്ളത്. പക്ഷെ ഇതൊക്കെ ഊഹാഭാവങ്ങളിലൂടെ പോകുന്ന കാര്യമാണ്. എന്തായാലും കുഞ്ചാക്കോ ബോവൻ ഈ പറഞ്ഞതുപോലെ ബേബി ഗേളിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണ്. നിവിൻ പോളിയാണല്ലേ നായകനായിട്ട് വരുന്നത്. ഇതിനൊപ്പം ഇനി വരാനിരിക്കുന്ന പുതിയ സിനിമ ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. അപ്പോൾ ഏതിനെ മെൻഷൻ ചെയ്താണ് ഇത്തരത്തിലതുപോലെ ലിസ്റ്റിൻ പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയില്ല. എന്ത് തന്നെയായാലും 3 തരത്തിലെടുക്കാം. ഒന്നീ
പൃഥ്വിരാജിനെ ഉന്നയിച്ചാണോ, അല്ലെങ്കിൽ രണ്ടാമത് ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ നസ്ലീനെ ഉദ്ദേശിച്ചാണ്, ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ നടന്മാർ തീ കൊളുത്തി വിടുന്ന മാലപ്പടക്കമാണോ ആ മാലപ്പടക്കം എന്നുള്ളത് അറിയില്ല. മൂന്നാമത് ഇനി കുഞ്ചാക്ക ബോബൻ്റെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടാണോ ഒന്നും അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലിസ്റ്റിൽ തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറയട്ടെ. എന്ത് തന്നെയായാലും എന്ത് മാലപ്പടക്കത്തിനാണ് തിരി കൊളുത്തിയെന്നോ എന്ത് തെറ്റാണ് ആ പ്രമുഖ നടൻ ചെയ്തതെന്നോ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഇതെല്ലാം എന്തായാലും പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇതിനൊരു സന്ദേശവുമായ ആള് തന്നെ പുറത്തേക്ക് വരട്ടെ. എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ 150ാമത്തെ ചിത്രമാണ്. വലിയ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം എന്നൊക്കെ തരത്തിലുള്ളൊക്കെ വരുന്നുണ്ട്. കാരണം ജനപ്രിയ നായകനായിരുന്ന ദിലീപ് സത്യം പറഞ്ഞാൽ കുറേ നാളുകൾ ദിലീപിൻ്റെ സിനിമകളെല്ലാം വലിയ ഹിറ്റൊന്നും ആയിരുന്നില്ല, എല്ലാം പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു. എന്തായാലും ഇതിന് പ്രതീക്ഷയുള്ളത് 150ാമത്തെ ചിത്രം ഇനി മാലപ്പടക്കവുമായിട്ട് നിൽക്കുവാണോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദവിവരങ്ങൾ നമുക്കിനി എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം.